24 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ IDF സൈനിക മേധാവിയെ കൂടി കാലപുരിക്കയച്ച് ഹമാസിൻ്റെ സംഹാരതാണ്ഡവം. IDF സൈനികരുടെ ജീവൻ ഗസയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഹമാസിനെതിരെ വ്യോമാക്രമണങ്ങൾ നടത്തി ഹമാസിനെ നിർവീര്യമാക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു, IDF നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ ഇസ്രായേലിൻ്റെ IDFൻ്റെ പ്രമുഖരായിട്ടുള്ള സൈനിക മേധാവികളെപ്പോലും ഹമാസ് വകവരുത്തുകയാണ്. കരയുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഹമാസിനെ വെല്ലാൻ ഇതുവരെ IDFനോ ഇസ്രായേലിനോ സാധിച്ചിട്ടില്ല. വലിയ അതിശക്തമായിട്ടുള്ള കരയുദ്ധം ഹമാസ് കൊണ്ടുവരുന്നുണ്ട്. ഈ അംബൂഷ് ആക്രമണത്തിലൂടെ ഇസ്രായേലിൻ്റെ അതിശക്തന്മാരായ സൈനിക തലവന്മാരെ പോലും ഹമാസ് ഗസയിൽ വകവരുത്തുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 2 സൈനികരെ ഹമാസ് വകവരുത്തിയിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ളൊരു നാശനഷ്ടമായിട്ട് അതിനെ കണക്കാക്കാം. കാരണം വലിയ രീതിയിലുള്ള ആൾനാശം ഹമാസിൻ്റെ ഈ അംബൂഷ് ആക്രമണത്തിലൂടെ ഇസ്രായേലിന് സമ്മാനിക്കപ്പെടുന്നു. ഇതുവരെ ഹമാസിനെ നിർവീര്യമാക്കാനോ ഹമാസിനെ ഇല്ലാതാക്കാനോ കഴിഞ്ഞിട്ടില്ല. 1 വർഷം യുദ്ധം നീണ്ടു നിൽക്കുമ്പോഴും ഹമാസിനെ ഉന്മൂലനം ചെയ്യുവാനോ ബന്ദികളെ മോചിപ്പിക്കാനോ കഴിയാതെ ഇസ്രായേലും IDFും തോറ്റു തുന്നം പാടുകയാണ്. നിരപരാധികളായ ആളുകൾക്ക് നേരെ ആക്രമണം നടത്തി അവരെ വധിക്കുന്ന ആ ക്രൂരത നിർബാധം ഇസ്രായേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഹമാസിനെ നിർവീര്യമാക്കാനോ ഹമാസിൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 1 വർഷത്തിനപ്പുറവും അവർ യുദ്ധം ചെയ്യുന്നു എന്നുള്ളത് അവരുടെ സൈനിക ശക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്ക് കാണാം. അത്രമേൽ വ്യാപകമായ വ്യോമാക്രമണം ഉണ്ടായിട്ടും അവർ പിടിച്ചു നിൽക്കുകയാണ്, ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുകയാണ്. ഗസ മുഴുവനും ഉഴുതുമറിച്ചിട്ടും ബന്ദികൾ എവിടെയുണ്ടെന്നോ ഹമാസിൻ്റെ വേരറുക്കുന്നതിനോ ഇസ്രായേലിനോ IDFനോ സാധിച്ചിട്ടില്ല. അതിശക്തമായ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഗസയുടെ യുദ്ധം ഇങ്ങനെയാണ്, ഗസയുടെ കരയുദ്ധം ഇങ്ങനെയാണെന്ന് അവർ ഇസ്രായേലിനെ പഠിപ്പിക്കുകയാണ്. അതിശക്തമായ പോരാട്ടങ്ങളുമായിട്ട് ഹമാസ് മുൻനിരയിൽ ഇപ്പോഴും യുദ്ധം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ആ ഒരു ചെറിയ മിലീഷ്യ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ സൈനിക ശക്തിയെയാണ് നമുക്കവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എല്ലാ വിദേശ വാർത്താരംഗം പ്രേക്ഷകരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിദേശ വാർത്താരംഗം ചാനൽ അല്പദിവസത്തിനുള്ളിൽ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.